സ്ത്രീകളും വിശ്വാസങ്ങളും എന്നുള്ള ഇപ്പം നമ്മൾ നേരത്തെ പറയുകയുണ്ടായി ചില വിശ്വാസങ്ങൾ ചില സമൂഹത്തിലെ ചില കൂട്ടായിട്ടുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു, അഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്നു, നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ സ്ത്രീകൾ എന്നുള്ളൊരു വലിയ ക്ലാസ്, ഒരു സിംഗുലർ ബിഗർ ക്ലാസ് നോക്കുകയാണെങ്കിൽ എത്രത്തോളം വിശ്വാസങ്ങൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യങ്ങളെ അല്ലെങ്കിൽ അവകാശങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ആണ്? ഇത് ലോകമെമ്പാടും വിശ്വാസത്തിന് സ്ത്രീകൾ കൊടുക്കേണ്ടി വരുന്ന വില ഈ തുല്യതയാണ്. അതിപ്പോൾ ഈ ഹിന്ദു മതത്തിൽ മാത്രമല്ല, മിക്ക മതങ്ങളിലും മതമേധാവികൾ സ്ത്രീകൾക്ക് വിശ്വാസത്തിൽ തുല്യത, നിങ്ങൾ വിശ്വാസികളായിക്കോളൂ, വിശ്വാസികളാകുന്നെങ്കിൽ പക്ഷേ നിങ്ങൾക്ക് തുല്യത നിഷേധിക്കപ്പെടും എന്ന് തീരുമാനിച്ചവരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ബുദ്ധമതം എടുത്താൽ, ബുദ്ധമതത്തിൻ്റെ തുടക്കത്തിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ സ്വീകരിക്കുകയും അതിബുദ്ധിമതികളായ സ്ത്രീകൾ, ആ കാലത്തെ അതിബുദ്ധിമതികളായ സ്ത്രീകൾ ബുദ്ധനോടൊപ്പം ചേരുകയും ചെയ്തിരുന്നു എന്നുള്ളതിന് കൃത്യമായ തെളിവുകളുണ്ട്. അതിനുശേഷം പക്ഷേ ഈ പറഞ്ഞ പോലെ നൂറ്റാണ്ടുകൾ കഴിയുന്നതോടുകൂടി മതമേധാവികൾ പുരുഷന്മാർക്ക് മതമേധാവിത്വം പുരുഷന്മാർ ഏറ്റെടുക്കുകയും സ്ത്രീക്ക് വെറും രണ്ടാംകിട സ്ഥാനം മാത്രമേ ആ മതത്തിലുള്ളൂ എന്ന് വരുത്തി തീർക്കും. ഇതിനെക്കുറിച്ച് ഒന്നാം തരം പഠനങ്ങളുണ്ട്. ഈ ട്രാൻസിഷൻ എങ്ങനെയാണ് ബുദ്ധമതത്തിനുള്ളിൽ സംഭവിച്ചത്. ഇന്നും ഈ പറഞ്ഞ പോലെ ബുദ്ധമതത്തിൽ സ്ത്രീകൾക്കുണ്ടായിരുന്ന പ്രാധാന്യം, ബൗദ്ധികമായ പ്രസൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന് അതിൻ്റെ ചില ട്രേസസ് ഇപ്പോഴും ഉണ്ട്. ഇതുപോലെയാണ് ക്രിസ്ത്യൻ തിയോളജിക്കകത്ത് ഈ ഫെമിനിസ്റ്റ് തിയോളജി എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഉണ്ടാകുന്നത്. അതായത് ഫെമിനിസ്റ്റ് തിയോളജി, അതിൽ ഈ പറഞ്ഞ പോലെ യേശുവിൻ്റെ ആദ്യകാല അനുചരരിൽ ഉള്ള സ്ത്രീകളെ പറ്റി അവരുടെ എങ്ങനെയാണ് സ്ത്രീകൾക്ക് ക്രിസ്തു മതത്തിനുള്ളിൽ രണ്ടാംകിട പൗരത്വം മാത്രം കിട്ടിയത് എന്നതിനെക്കുറിച്ചും ധാരാളം നല്ല പഠനങ്ങളുണ്ട്. അപ്പോൾ ഹിന്ദു മതത്തിലാണെങ്കിൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇത് ഈ ജാതി ഇതിൻ്റെ അടിയിൽ കിടക്കുന്നിടത്തോളം സ്ത്രീകൾക്ക് പൂർണ്ണ വിശ്വാസികളായി ഹിന്ദുമതത്തിൽ സ്ഥാനം കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാര്യം. ഹിന്ദുമതത്തിൽ നമ്മൾ മഹതികളായിട്ട് അംഗീകരിക്കുന്ന വ്യക്തികൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ മീരാബായി, അക്ക മഹാദേവി, സാഖു, ഇവരൊക്കെ ഭക്തിപ്രസ്ഥാനത്തിൽ ഹിന്ദുമതത്തിലെ ഏറ്റവും വലിയ ആരാധ്യകളായി നമ്മൾ ആദരിക്കുന്നവരാണ്. ഇവരെല്ലാം തന്നെ ജാതിയെയും ഈ കുലവ്യവസ്ഥ, അതായത് ഹിന്ദുമത ആചാരപ്രകാരം സ്ഥാപിച്ചിട്ടുള്ള ജാതിയെയും കുലവ്യവസ്ഥയെയും തട്ടിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയവരാണ്. അതായത് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് കൃഷ്ണനെ 100% ആരാധിക്കാൻ തനിക്ക് പറ്റില്ല എന്ന് ഭക്തമീരയ്ക്ക് മനസ്സിലാവുന്നതോടെയാണ് അവർ കുലവും ജാതിയും ഉപേക്ഷിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്നത്. അക്ക മഹാദേവി മഹാറാണിയായിരുന്നു. അവർ വസ്ത്രം പോലും ഈ പറഞ്ഞ പോലെ ഏറ്റവും എല്ലാ തരത്തിലുമുള്ള അതായത് ജാതിയും കുലവും അവർക്ക് കൊടുത്ത ആ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, അത് മുഴുവൻ അഴിച്ചു വെച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ ഈശ്വര സാന്നിധ്യം. ഇങ്ങനെ ഹിന്ദുമതത്തിനിടയിൽ ഈ റെബലായിട്ടുള്ള സ്ത്രീകളാണ് നമ്മൾ അറിയപ്പെടുന്ന, നമുക്കറിയുന്ന ഭക്തകളായിട്ടും മാറുന്നത്. ഞാനത് തന്നെയാണ് വിശ്വസിക്കുന്നത്. നിലവിലുള്ള പുരുഷ മതമേധാവികളോട് എതിരിടാൻ തയ്യാറാകാത്ത ഒരു സ്ത്രീയും ഹിന്ദുമതത്തിനുള്ളിൽ നല്ല ഭക്തയാണെന്ന് പറയാനൊക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിഷയം നമ്മൾ രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സ്ത്രീകളും വിശ്വാസങ്ങളും, എത്രത്തോളം വിശ്വാസങ്ങൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു എലമെൻറ്റ് മാഡത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് തോന്നിയിട്ടുള്ളത്? എത്രത്തോളം റെസ്ട്രിക്റ്റിംഗ് ആണ്? അല്ല, ഹിന്ദു മതത്തിൽ അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ റെസ്ട്രിക്ഷൻ ഉണ്ട് എന്ന് എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ സ്ത്രീ ആയി പോയതുകൊണ്ട് അതിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസം നടത്തണ്ട അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കേണ്ട എന്ന് മതം അല്ലെങ്കിൽ നമ്മുടെ ധർമ്മം പറയുന്നതായിട്ടുള്ള ഒരു ഫീൽ എനിക്ക് ഇതുവരെ എങ്ങും വന്നിട്ടില്ല. അങ്ങനെ ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാനാണ് എന്നെ കൊണ്ട് സാധിക്കുക. പക്ഷെ അത് റെസ്ട്രിക്ഷൻ എന്നുള്ള വിവേചനം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കാനേ പാടില്ല. അത് റെസ്ട്രിക്ഷൻ അല്ല. ചേച്ചിയിലേക്ക് കൂടി ഇതേ വിഷയം ഞാൻ കൊണ്ടുവന്നോളട്ടെ. എത്രത്തിലാണ് ചേച്ചി ആയിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ പല രീതിയിലുള്ള പോരാട്ടങ്ങളാണ് ഒരു സമൂഹം എന്നുള്ള വ്യവസ്ഥയിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളതെല്ലാം. അതിൽ തന്നെ ഇത്തരത്തിൽ വളരെ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സമത്വമുള്ള ദൈവമാണ്. അപ്പം തെയ്യങ്ങൾ കെട്ടിയാടുന്ന സമയത്ത്
ഞങ്ങളുടെ സ്ത്രീകളും പുരുഷന്മാരും ഞങ്ങളെല്ലാവരും തെയ്യം കെട്ടി ഉറഞ്ഞ് ഒരു അതിൻ്റെ എൻഡിലെത്തുമ്പോഴത്തേക്കും ദൈവമായി തീരുന്നു എന്നുള്ളതാണല്ലോ വിശ്വാസം. അപ്പോൾ ആ സമയത്താണ് നമുക്ക് ദൈവത്തോട് സംവദിക്കാനുള്ളൊരു അവസരം കിട്ടുക. തെയ്യം കെട്ടി ഉറഞ്ഞാടുന്ന സമയത്ത് ഉളുവിലാണ് സംവദിക്കുക, തോറ്റമൊക്കെ ചൊല്ലുന്നത്. അപ്പോൾ ഇങ്ങനെ വിളിച്ച് ചോദിക്കും, ഓരോ കുടുംബത്തിലെ ആളുകളെ വിളിച്ച് അവിടെ നിന്ന് എണീപ്പിച്ചിട്ട് അപ്പോൾ അവർ നിന്ന് തൊഴുന്ന കാണാം. അപ്പോൾ അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതൊക്കെ. അപ്പോൾ ഞങ്ങൾ ദൈവത്തോട് നേരിട്ട് സംവദിക്കുന്നവരാണ്. പിന്നെ ഈ പൂജയെല്ലാം ഞങ്ങളും ചെയ്യും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് പൂജ ചെയ്യാം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച സന്ധ്യാസമയത്ത് ഒരു 6:30 ആ സമയത്താണ് പൂജ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വിളക്കൊക്കെ വെച്ച് ഞങ്ങൾ പിന്നെ ഭക്ഷണം വിളമ്പുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ അപ്പോഴും ചോറും പിന്നെ കോഴീനെ കൊന്ന് കറിയും ഉണ്ടാക്കും. അപ്പോൾ അതാണ് ദൈവത്തിന് നേദിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് ഞങ്ങളും സ്ത്രീകളും പുരുഷന്മാരും ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. അതെ, ഭയങ്കര സമത്വമാണ് ഈ ഒരു പൂജേൻ്റെ കാര്യത്തിൽ.